ഇപ്പോൾ ഒരു പരിധിയിലധികം കിഡ്നി രോഗങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പലതും ഓട്ടോഇമ്മ്യൂൺ കിഡ്നി ഡിസോർഡേഴ്സ് തന്നെയായി മാറുകയും ചെയ്യുന്നുണ്ട്. വലിയൊരു കാരണം നമ്മളുടെ ഭക്ഷണശൈലിയും നമ്മളുടെ പുകവലി, മദ്യപാനം ഇവ കൊണ്ടുണ്ടാക്കുന്ന നമ്മുടെ ഗട്ട് മൈക്രോബയമായ ആൾട്ടേർഡ് സ്റ്റേജിലേക്ക് വരികയും അതോടൊപ്പം തന്നെ അത് റിലീസ് ചെയ്യുന്ന ഹിസ്റ്റമിൻസ്, എൻഡോടോക്സിൻസ് ശരീരത്തിന് പുറത്തേക്ക് ഫിൽട്ടർ ചെയ്ത് പോകാതെ വരികയും ചെയ്യുന്നു. ശരീരത്തിന് കിഡ്നി പ്രോപ്പറായി വർക്ക് ചെയ്യണമെങ്കിൽ ബേസിക് മിനറൽസ് ആൻഡ് വൈറ്റമിൻസ് അവിടെ നഷ്ടപ്പെടുന്നു. സ്ട്രെസ്സ് ഓവർലോഡഡ് ആവുന്നു. സ്ട്രെസ്സ് ഓവർലോഡഡ് ആവുമ്പം നമ്മുടെ മൊത്തം സിസ്റ്റം, ശരീരത്തിനുള്ളിലെ നമുക്കൊരു കമ്പ്യൂട്ടർ സിസ്റ്റം പോലെ വിചാരിക്കാം. അപ്പോൾ അതിനകത്തൊരു വൈറസിൻ്റെ ത്രെറ്റ് കിട്ടുന്ന ഒരു ഫീലിലാണ് നിൽക്കുന്നത്. നമ്മുടെ ബ്രെയിൻ എല്ലായ്പ്പോഴും അങ്ങനെയാണ്. അപ്പോൾ ആ സ്ട്രെസ്സിനെ കൊടുക്കുന്ന എന്ത് പാർട്ട് ശരീരത്തിനുള്ളിൽ വന്നിട്ടുണ്ടാകും, അലാമിങ് ആയിട്ടുള്ള ഹോർമോണുകളും മൈക്രോബയോംസുകൾ പുറപ്പെടുവിക്കുന്ന സിഗ്നലിങ്ങുകളും ശരീരത്തെ ഒരു സ്റ്റക്ക് സ്റ്റേജിലേക്ക് കൊണ്ടുവരികയും ശരീരം ഇവിടെ എന്തടുത്ത മൊമെൻറ്റിലേക്ക് പോകണമെന്നറിയാൻ മേലാതെ നിൽക്കുകയും അവിടെ ടോക്സിൻസ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്ത് പുറത്തേക്ക് പോകേണ്ട സിറ്റുവേഷൻസ് ടൈം ഡിലേഡ് ആവുന്നു, അല്ലെങ്കിൽ പ്രോപ്പറായി നടക്കാതെ വരുന്നു.